ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സയൻസ് ഫുഡ് ടു. നമ്മൾ മുയലിറച്ചി പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മുയലിറച്ചി റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനായി ഇവിടെ 200 ഗ്രാം ചെറിയുള്ളി, 2 സവാള, 3 തണ്ട് കറിവേപ്പില, വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇതിനായി നമ്മളിവിടെ 1 കിലോ തൂക്കം വരുന്ന ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്, മുയലിറച്ചി. ഇത് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇത് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. തീ ഇത്തിരി കൂടിപ്പോയത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞു പോകാതെ നോക്കണേ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് അരിഞ്ഞു വെച്ചിരുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കണം. ഞാൻ 200 ഗ്രാം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് രണ്ടാക്കി അരിഞ്ഞ് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് പച്ചമുളക് ഇടണം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കുറഞ്ഞ പച്ചമുളക് ആയത് കാരണം ഞാൻ 2 എണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് എടുത്താൽ മതി. ഇനി നമ്മൾ അതൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവുണ്ടായത് കാരണം ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുവാണേ. പിന്നെ ഒരു കാര്യം, ഞാൻ തക്കാളിയുടെ കാര്യം പറയാൻ മറന്നുപോയി. 2 മീഡിയം സൈസ് തക്കാളി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് വഴറ്റാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുയലിറച്ചി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇവിടെ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. നമ്മൾക്ക് ഇതിനെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒരു 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ആവശ്യത്തിന് ഉപ്പും ഇടുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയായിരുന്നേ. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കണം. നമ്മുടെ മുയൽ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.